ഹലോ മൈ ഗൈസ്, ഞാൻ ഇന്നുള്ളത് പളനിയിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഓരോരോ കാര്യങ്ങൾ ഞാൻ ഈ ഫുൾ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാം. ദിവസേന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പഴനി. തമിഴ്നാട്ടിലെ ദിണ്ടുക്കൽ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. കേരളത്തിൽ നിന്നും 3 ട്രെയിനുകളാണ് പഴനിയിലേക്കുള്ളത്. രാവിലെ 6 മണിക്ക് പാലക്കാട് നിന്ന് എടുക്കുന്ന തിരുച്ചൂർ എക്സ്പ്രസും വൈകിട്ട് 4:10 എടുക്കുന്ന പാലക്കാട് നിന്നും പഴനി ദിണ്ടുക്കൽ വഴി പോകുന്ന ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസുമാണ് ഉള്ളത്. പിന്നെ രാത്രി 8 മണിക്ക് തിരുവനന്തപുരം നിന്നും പാലക്കാട് വഴി മധുരൈ പോകുന്ന അമൃത എക്സ്പ്രസുമാണ് ഉള്ളത്. യാത്രക്കിടയിൽ ഒരുപാട് പ്രകൃതി മനോഹരമായ കാഴ്ചകളും തമിഴ്നാടിന്റെ ഗ്രാമവും കാറ്റാടിപ്പാടവും നമുക്ക് കാണാം. കൂടാതെ പാലക്കാട് നിന്നും പഴനിയിലേക്ക് KSRTC ബസ്സും അവൈലബിൾ ആണ്. ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡ് വരുന്നത്. നമുക്ക് നടന്നു വരുന്ന ദൂരം മാത്രമേ ഉള്ളൂ. പഴനി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 കിലോമീറ്റർ ആണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. ഞങ്ങൾ എത്തിയത് ശനിയാഴ്ച ആയതുകൊണ്ടും റൂം കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും ഇയാൾ വഴിയാണ് നമുക്ക് ഇവിടെ റൂം കിട്ടിയത്. തരക്കേടില്ലാത്ത റൂമും വേറെ എവിടെയും റൂം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഈ റൂമാണ് എടുത്തത്. 3 റൂമാണ് എടുത്തത്. എല്ലാം കൂടി 2,300 ആയത്. പളനിമല കയറാൻ 3 മാർഗ്ഗങ്ങളാണുള്ളത്. 50 രൂപയുടെ റോപ്പ് കാർ അല്ലെങ്കിൽ വിഞ്ച് ട്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് കയറാം. അല്ലെങ്കിൽ നേർമാർഗം 700ഓളം പടികൾ നടന്ന് കയറാവുന്നതാണ്. മുകളിൽ നടക്കുന്ന ഉത്സവങ്ങൾക്ക് ആനയെ കൊണ്ടുപോകാനായി സൈഡിലൂടെ ഒരു ആനപ്പാത തന്നെ ഉണ്ട്. അതിന്റെ സ്റ്റെപ്പുകൾ കുറച്ചുകൂടി വീതി കൂടിയതായിരിക്കും. ഈ ഒരു പഴനി ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടാണ് തല മുട്ടിയടിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ കീഴിലാണെങ്കിൽ സൗജന്യമായി നമുക്ക് തല മുട്ടിയടിക്കാം. പക്ഷേ ഇത് ചെയ്യുന്ന ആൾക്ക് ചെറിയൊരു ദക്ഷിണ കൊടുക്കേണ്ടി വരും. മുമ്പ് നമ്മൾക്ക് മൊബൈൽ ഫോണുകൾ മുകളിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ കോടതിയുടെ പുതിയൊരു ഉത്തരവ് പ്രകാരം ഇപ്പോൾ ഫോണുകൾ മുകളിൽ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. നമ്മുടെ ഫോണുകൾ സുരക്ഷിതമായി താഴെ വെക്കുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു ഫോണിന് 5 രൂപ നിരക്കിലാണ് നമ്മുടെ ഫോണുകൾ ഇവിടെ സൂക്ഷിക്കാം. കൂടാതെ ചെരുപ്പുകൾ സൗജന്യമായും അവരുടെ കൗണ്ടറുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ പളനിമലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ അതിഗംഭീരമായ താഴെയുള്ള കാഴ്ചകൾ കൂടാതെ പഴനി ടൗണുകൾ മുഴുവനായി നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റും. തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പോലെ ഇവിടെ 2 തരത്തിലുള്ള ദർശനങ്ങളാണുള്ളത്. ഒന്ന് പെയ്ഡ് ദർശനവും പിന്നെ ഫ്രീ ദർശനവും. രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഈ ക്ഷേത്രത്തിന്റെ ദർശന സമയം. എല്ലാ ദിവസവും പഴനി ക്ഷേത്രത്തിൽ സ്വർണ്ണത്തേറ് വിൽക്കാറുണ്ട്. രാത്രി 7 മണി മുതലാണ് ഇത് തുടങ്ങുന്നത്. ഈ സ്വർണ്ണത്തേര് വലിക്കുന്ന സമയത്ത് നല്ല തിരക്കും അവിടെ അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രധാന കാര്യമാണ് പഴനി അമ്പലത്തിന് ചുറ്റും നമ്മൾക്ക് സഞ്ചരിക്കാൻ ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് തികച്ചും സൗജന്യമാണ്. എന്നാൽ രാത്രി കാലയളവിൽ ഇവർ നമ്മുടെ കയ്യിൽ നിന്നും പൈസ ഈടാക്കുന്നതാണ്. ചുരുക്കം ചിലർ മാത്രം. എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ അന്നദാനമുള്ളതാണ്. നമുക്കത് കഴിക്കുകയും ചെയ്യാൻ. അത് കഴിഞ്ഞ് പഞ്ചാമൃതം വാങ്ങി നമുക്ക് മടങ്ങാം. മുകളിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് താഴെയും കൗണ്ടറുകളുള്ളതായിട്ട് അറിയിക്കുന്നു. വ്യക്തിയുടെ പേരും പറഞ്ഞ് കുറേ തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. പണമായും മറ്റു പലതും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ സൂക്ഷിച്ചും കണ്ട് ഇവിടെ വന്ന് ദർശനം നേടുക. ഇതേപോലത്തെ വീഡിയോ ഇനി കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.